ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ സാലഡ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറിക്കടലയാണ് കേട്ടോ. കറിക്കടല തലേന്ന് ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ഇപ്പോൾ ഇനി അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നമ്മളത് കുതിർത്തെടുത്ത് ഒരു 8-7 വിസിലൊക്കെ അടിക്കുന്നത് വരെ നമ്മളത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത് വെജിറ്റബിൾ, അതായത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. വീട്ടിൽ നമ്മുടെ കയ്യിൽ ചോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് തയ്യാറാക്കി തുടങ്ങാം. നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും, അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചും ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിലും മുട്ട ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കടലയുടെയൊക്കെ ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. നമുക്ക് വിശക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കഴിക്കുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഒരു വിശക്കുന്നതായിട്ടൊക്കെ തോന്നും. ഇതങ്ങനെയൊന്നും തോന്നുകയില്ല. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.